നവകേരളം കിഫ്ബിയിലൂടെ. കാസർഗോഡ് മടിക്കൈയിലെ സാംസ്കാരിക നിലയം, നീലേശ്വരത്തെ EMS സ്റ്റേഡിയം ഉൾപ്പെടെ നിരവധി പദ്ധതികളാണ് ഉദുമമണ്ഡലത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് യാഥാർത്ഥ്യമായത്. ഗതാഗത മേഖലയിൽ മലയോര ഹൈവേയുടെയും തീരദേശ ഹൈവേയുടെയും പ്രവർത്തനങ്ങളും നടന്നുവരികയാണ്. കാസർഗോഡ് ജില്ലയിലെ ഉദുമ മണ്ഡലത്തിൽ കിഫ്ബി ഫണ്ട് ചെലവിട്ട് ഒട്ടേറെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. സ്കൂളുകളുടെ ആധുനികവൽക്കരണമാണ് അവയിൽ പ്രധാനം. സ്കൂൾ കെട്ടിടങ്ങളും ക്ലാസ് മുറികളുമൊക്കെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചു. തകർച്ചയുടെ വക്കിലായിരുന്ന ഒട്ടേറെ സ്കൂളുകൾക്ക് ഹൈടെക് കെട്ടിടങ്ങൾ പണികഴിപ്പിച്ചു നൽകി. പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി ഒന്നാം പിണറായി സർക്കാർ ആവിഷ്കരിച്ച കിഫ്ബി പദ്ധതിയിലൂടെ ഉദുമ മണ്ഡലത്തിൽ ഏകദേശം 500 കോടിയോളം രൂപയുടെ പ്രവൃത്തികളാണ് നടന്നു വരുന്നത്. ഏകദേശം 45 കോടിയോളം രൂപയുടെ സ്കൂൾ കെട്ടിടങ്ങൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. രാവണീശ്വരം GHSS, പാക്കം GHSS, തച്ചങ്ങാട് GHSS, തച്ചങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ബേക്കൽ GFHSS തുടങ്ങിയ ഒട്ടേറെ സ്കൂളുകൾക്ക് കിഫ്ബി ഫണ്ടിലൂടെ ആധുനിക മുഖം കൈവന്നു. റോഡ് വികസനത്തിനും കിഫ്ബി ഫണ്ട് ഉദുമ മണ്ഡലത്തിന് ഗുണകരമായി. കിഫ്ബി വഴി മിക്കവാറും റോഡുകൾ നെക്കാടം ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ മിക്കവാറും സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ വന്നു കഴിഞ്ഞു. ഒരു സാംസ്കാരിക നിലയമാണെങ്കിൽ നീലേശ്വരം മടിക്കയിലെ 40 കോടി രൂപ ചെലവഴിച്ച TS തിരുമുമ്പ് സ്മാരക സാംസ്കാരിക നിലയം വന്നു. EMS സ്റ്റേഡിയം നീലേശ്വരത്ത് തന്നെ വന്നു. അങ്ങനെ എടുക്കുകയാണ്. അതുപോലെ തന്നെ കുമ്പള ടു മുള്ളേരിയ വരെയുള്ള 140 കോടി രൂപ ചെലവഴിച്ചുള്ള ഇൻ്റർനാഷണൽ ലെവലിലുള്ള റോഡ് വന്നു. ആ രൂപത്തിലെല്ലാം ഏറ്റവും വലിയ വികസനമാണ് ജില്ലയിലും അതിൻ്റെ ഭാഗമായി ഉദുമ മണ്ഡലത്തിൽ നടന്നു. മലയോര ഹൈവേ അതിൽ എടുത്തു പറയത്തക്ക ഒരു വികസന പ്രവർത്തനമാണ്. നന്താരപ്പദവിൽ നിന്ന് ആരംഭിക്കുന്ന മലയോര ഹൈവേ അതിൻ്റെ 1-2 റീച്ചുകൾ ഏറെക്കുറെ പൂർത്തിയായി. അതിൽ ഉദുമ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ പ്രവൃത്തി നിൽക്കുന്നത്. ആ പ്രവൃത്തി മുടങ്ങാൻ കാരണം ഫോറസ്റ്റിൻ്റെ ഭൂമിയിലൂടെ കടന്നു വരുന്നതുകൊണ്ടാണ്. ഫോറസ്റ്റ് ഭൂമിക്ക് പകരം ഭൂമി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ആ പ്രോസസ്സ് കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ അതേ പ്രവൃത്തി ആരംഭിക്കും. അതോടുകൂടി മലയോര ഹൈവേ യാഥാർത്ഥ്യമാകും. ഇങ്ങനെ ചുരുക്കം തീരദേശ ഹൈവേക്ക് വേണ്ടിയുള്ള ലാൻഡ് അക്വിസിഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാകുന്നുണ്ട്. ഇങ്ങനെ എല്ലാം കൊണ്ടും ഏറ്റവും മികച്ച ഒരു വികസന പ്രവർത്തനമാണ് ജില്ലയിലും പ്രത്യേകിച്ച് ഉദുമ മണ്ഡലത്തിൽ നടക്കുന്നത്. 4.2 കോടി രൂപ ചെലവിട്ടാണ് കൂട്ടിക്കൽ പ്രീ മെട്രിക് ഹോസ്റ്റൽ വികസിപ്പിച്ചത്. ഉദുമയുടെ ആരോഗ്യ മേഖലയ്ക്കും കിഫ്ബി ഫണ്ട് ഗുണം ചെയ്തു. ഇത്തരത്തിൽ കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ ഒട്ടേറെ വികസന പദ്ധതികൾ കാസർഗോഡ് ജില്ലയുടെ മുഖം മാറ്റിയിരിക്കുന്നു. ഇത് കിഫ്ബി എന്ന പദ്ധതിയിലൂടെ ആ പദ്ധതി ആവിഷ്കരിച്ചതിന് പരമായിട്ട് വന്നാണ്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലും അതുപോലെ ഉദുമ മണ്ഡലത്തിൽ നടക്കുന്നത്. കിഫ്ബി പദ്ധതിയാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വികസന പദ്ധതി എന്നാണ് അത് സംബന്ധിച്ച് പറയാറുള്ളത്.